നമുക്കിന്ന് അമ്മാമ്മ വീട് വരെ ഒന്ന് പോയി വരാം. ഇന്ന് പോണതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. അച്ചാച്ചൻ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീണു. 2-3 സ്റ്റിച്ചൊക്കെ ആയിട്ട് വീട്ടിലിരിപ്പാണ്. ചേട്ടൻ ലീവ് കഴിഞ്ഞ് പോയി. ഞാൻ ഇന്നാണ് വീട്ടിലോട്ട് ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് തന്നെ ഒന്ന് പോയിട്ട് അങ്ങനെ ഞാനും അമ്മയും അനിയനും കൂടിയാണ് കേട്ടോ പോയത്. ചെന്ന് കയറിയ പാടെ അച്ചാച്ചൻ സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. തിരുനെറ്റിയിൽ തന്നെ സ്റ്റിച്ച് വിട്ട് ഇരിപ്പുണ്ട്. കവളിലൊക്കെ കേട്ടോ വീണേൻ്റെ നല്ല നീലിച്ച് കിടപ്പുണ്ട്. അങ്ങനെ വീണേൻ്റെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെന്താ, അച്ചാച്ചൻ്റെ കൃഷിത്തോട്ടമൊട്ടൊന്നും രാത്രി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നോക്കിയപ്പം അവിടെ നല്ല വലിയൊരു റോബസ്റ്റ പഴുത്തില്ല, പൊട്ടായിട്ട് നിൽക്കുന്നു. അതൊക്കെ നോക്കി. പിന്നെ കാന്താരിയും വെള്ളക്കാന്താരിയൊക്കെ കുറേ നിൽപ്പുണ്ടായിരുന്നു. വയലിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇരുട്ടായില്ലേ. പിന്നെ കുമ്പളങ്ങ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനാ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതും കുറച്ച് എടുത്തു. പിന്നെ എന്താ കാന്താരിയും അങ്ങനത്തെ ഉള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ പിച്ച് വെച്ചിരുന്നേക്കെ അമ്മാമ്മ വീതം വെച്ച് മക്കൾക്ക് എല്ലാവർക്കും കൂടാക്കി തന്നു വിട്ടു. തന്ന വഴിയിൽ ഞങ്ങൾ ഓരോ വീട്ടിൽ കയറി പോകാനുള്ള പ്ലാൻ ഉണ്ടായതുകൊണ്ട് അമ്മാമ്മ മുറിച്ച് സെപ്പറേറ്റ് ചെയ്ത് തന്നു വിട്ടു. പിന്നെ റംബൂട്ടാൻ ഇഷ്ടം പോലെ നിപ്പുണ്ടായിരുന്നുണ്ട്. എല്ലാ ഇട്ടതുകൊണ്ട് തന്നെ നിപ്പ പേടിച്ചിട്ട് അമ്മ പറഞ്ഞു ഒരെണ്ണവും കഴിക്കണ്ട, ആരും പിച്ചണ്ട, നെറ്റിട്ടിട്ടില്ല, അത് കഴിക്കേണ്ടത്. അങ്ങനെ അതൊന്നും എടുത്തുമില്ല. പിന്നെ മാമൻ്റെ എവിടെയും കുഞ്ഞുമ്മയുടെ എവിടെയൊക്കെ കയറി. പിന്നെ അമ്പാടിയുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കേട്ടോ അവിടെ കാണുന്നത്. അമ്പാടി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ്റെ മോൻ. അവരിപ്പം 10th ഇപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പം ജസ്റ്റ് വെറുതെ നമ്മുടെ സബ്ജക്റ്റ് ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. നല്ല ടഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ മലയാളം, അങ്ങനെ ഓരോ സബ്ജക്റ്റുകളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.